വെൽക്കം ബാക്ക് ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. നമ്മളിപ്പോൾ വാഗ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോകുന്ന റോഡ് ഒരു പ്രത്യേകതയുണ്ട്. ഗ്രാൻഡ് ട്രങ്ക് റോഡ്, ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ ഹൈവേ. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ ഇങ്ങനെ അന്തസ്സോടെ തലയുയർത്തി ഇങ്ങനെ നെഞ്ചു വെച്ച് നിൽക്കുന്ന എന്ന് തന്നെ പറയാം. ഈ കെട്ടിടം എന്ന് പറയുന്നത് ഖൽസ കോളേജാണ്. ഖൽസ കോളേജ് അമൃത്സറിൽ മാത്രമല്ല ഒരു ലെഗസിയാണ്. ഇന്ത്യയുടെ തന്നെ 1892 സ്ഥാപിക്കപ്പെട്ടു സിംഗ് സഭ മൂവ്മെൻറ്റ്. നമ്മുടെ മുൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ഉൾപ്പെടെ വളരെയധികം പ്രശസ്തർ പഠിച്ചിട്ടുള്ള ഇന്നും വളരെ പ്രശസ്തമായ ഒരു കോളേജാണിത്. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് നാഷണൽ ഹൈവേ മാത്രമല്ല, ഏഷ്യയുടെ തന്നെ ഓൾഡസ്റ്റ് ആൻഡ് ലോങ്കസ്റ്റ് ആയിട്ടുള്ള ഒരു മേജർ ഹൈവേ ആണ്. കാരണം ഇത് BC 3-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത മൗര്യൻ പണിത ഒരു റോഡാണിത്. ഇതിൻ്റെ ഒറിജിനലി ഇത് തക്ഷശിലയിൽ നിന്ന് പാടലിപുത്രം വരെ, അന്നത്തെ മൗര്യ രാജാക്കന്മാരുടെ ആസ്ഥാനമായിട്ടുള്ള പാടലിപുത്രം വരെ നീണ്ടു കിടന്നിരുന്നു. തക്ഷശില ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അത് അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ 16th century ആയപ്പോൾ ബംഗ്ലാദേശ് വരെ നീണ്ടു. അപ്പോൾ അങ്ങനെ ലാഹോർ മുതൽ ബംഗ്ലാദേശ് വരെ, അതായത് ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗം, വിഭക്തി ഇന്ത്യയായിരുന്നു ഇതൊക്കെ. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് വാഗ ബോർഡറിലേക്ക് മാത്രമല്ല, നമ്മളിങ്ങനെ ചരിത്രത്തിലൂടെ യാത്ര ചെയ്യാണ്, ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെ. ഇതാ നമ്മുടെ ഇടതുവശത്ത് കാണുന്നത് പഞ്ചാബ് സ്റ്റേറ്റ് ഹീറോസ് വാർ മ്യൂസിയം ആണ്. ഇത് ഒരു വലിയ ഏരിയ ആണ്. നമ്മൾ വളരെ ദൂരം തന്നെ ഈ വാളിൻ്റെ തലപ്പൊക്കം കണ്ടു തുടങ്ങി. സ്റ്റീലിൽ തീർത്ത 45 മീറ്റർ ഉയരമുള്ള ഈ വാളാണ് ഈ മെമ്മോറിയലിലെ മുഖ്യ ഒരു പീസ് എന്ന് പറയുന്നത്. ഇത് 7 ഏക്കറിൽ പരന്ന് കിടക്കുകയാണ്. ഇതാ പഞ്ചാബ് സ്റ്റേറ്റ് വാർ ഹീറോസ് മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം. കാരണം പഞ്ചാബിന് സിഖുകാർക്കൊക്കെ ഇന്ത്യയുടെ മിലിറ്ററി ചരിത്രത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ദേശ സേവനത്തിലും ഒക്കെ വലിയൊരു സ്ഥാനമുണ്ട്. അതിനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ആ ഒരു മെമ്മോറിയൽ. गर्मी है मैम, गर्मी तो कितनी गर्मी है. മിലിറ്ററി സ്റ്റേഷൻ. നമ്മുടെ ഡ്രൈവർ ഏട്ടൻ പഞ്ചാബിയാന്ന് ഉറപ്പായി. താളെ പിടിക്കേണ്ട ഒരു ജീവിതമില്ല പഞ്ചാബികൾക്ക്. ഇതാണ് അട്ടാരി സിറ്റി, നമ്മുടെ ബോർഡറിലെ ലാസ്റ്റ് സിറ്റി എന്ന് പറയുന്നു. ഒരു സെന്റർ, ലാസ്റ്റ് സ്പോട്ടാണ് ഇവിടുത്തെ മനുഷ്യവാസമൊക്കെ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ആർമിയുടെ ഏരിയ തുടങ്ങും. अटैक हो गया ये देखिए इस्लामाबाद 322 लाहौर 24 और ओनली 24 ये ले लीजिए इसको. लाहौर दूरी पाकिस्तान दिख रही है, दिख नहीं रही है, उधर है पाकिस्तान. लाहौर 24 किलोमीटर फ्रॉम द बॉर्डर. इंडिया फ्लैग इधर है. इंडियन फ्लैग उतारा होगा मैम. हाँ अब उधर हवा होती है, तेज हवा होती है, बहुत बड़ा होता है वो, फिर थोड़ा फट जाता है. इसलिए उतारा. പതാക കാറ്റിൽ കീറുന്നു പറഞ്ഞിട്ട് അവർ ഇറക്കി വെച്ചത് മോശമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കാണുമ്പോൾ പാകിസ്ഥാൻ പതാക ഇങ്ങനെ പറഞ്ഞ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് തിളക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. അപ്പൊ നമ്മള് ഊബറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ഈ തൊപ്പിയും കൂളിംഗ് ഗ്ലാസ്സൊക്കെ കണ്ടിട്ടാവും നമുക്ക് രണ്ടടി നടക്കാൻ വിഷമമുണ്ടാകുന്നൊക്കെ വിചാരിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു സൈക്കിൾ റിക്ഷക്കാരൻ വന്നു. മാഡം വേഗം കയറിക്കോ, വെറുതെ നിന്നെ വെയിലത്ത് നടക്കണേ, 100 രൂപയ്ക്ക്. ഇത് ഭയങ്കര പറ്റിക്കലായി. നമ്മൾ അവിടെ ഇറക്കി. ഇത് ഷാഹി കില വെൽക്കംസ് യു എന്ന് പറഞ്ഞ വലിയ കമാനം കണ്ടപ്പോൾ ഞാൻ കരുതി ഒരു ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും സംഭവമാണ്. നോക്കിയപ്പോൾ അതൊന്നല്ല, ഇവിടെയുള്ള ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ബോർഡാണ്. പിന്നെ നല്ല തിരക്കാണ്. നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് വരുമ്പോൾ നമ്മളായിരിക്കും ആദ്യം എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഓൾറെഡി 1000കണക്കിന് ജനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിരക്കിലങ്ങോട്ട് അലിയാൻ പോവാണ്. ഇനി മൈക്കും കൊണ്ടൊന്നും നടന്നാൽ ശരിയാവില്ല. ഏത് വഴിക്കാണ് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് കാണാം. ഒരുമാതിരി തള്ളി വന്നു കഴിഞ്ഞാൽ കുറേ ദൂരം എത്തിയപ്പോഴാണ് BSFകാർ ആണുങ്ങളോട് ആവശ്യത്ത് വേറെ വരികയാവും പറഞ്ഞു. പാവം ജോൺസൺ പെട്ടുപോയി. ഒരു തരത്തിൽ അതിൽ കടക്കാൻ പറ്റുന്നില്ല, ഒരാൾ സമ്മതിക്കില്ല. കുറേ പിന്നിൽ പോയി. അയ്യോ നല്ല തള്ളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. दीदी पैप मेरे. अच्छा അത് കൊടുത്തേച്ചപ്പോ തോക്കൊക്കെ ഓടേം ഓടിയാലോ ഓടണോ. കാല് വരുന്നുണ്ട്.
നീ ഓടണ്ട. ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. മാധുരായത്തെ രക്ഷിക്കാൻ വേണ്ടി പടവരുത്താൻ പോണ പോലെയുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ആൾക്കാർ അങ്ങോട്ട് ഇടിച്ചിട്ടിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ കയറി പറ്റി 4 മണി കഴിഞ്ഞപ്പോഴേക്കുള്ള അവസ്ഥയാണ്. നമ്മൾ വിചാരിച്ചു ഇവിടെ വരുമ്പോഴേക്ക് ഒഴിഞ്ഞെടുക്കും, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമൊക്കെ ചൂസ് ചെയ്തെടുക്കാൻ. എപ്പോഴത്തെ കഷ്ടപ്പെട്ടൊരു മൂല കണ്ടുപിടിക്കുന്നത്, ജോൺസനെ കണ്ടുപിടിക്കണം, എവിടെയാണോ പറ്റിയിരിക്കുന്നത്, ഫോണും വർക്ക് ചെയ്യണില്ല, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ്. എന്തായാലും നമ്മളൊരു തരത്തിൽ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടുത്തെ ആവേശമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ പാക് ക്രിക്കറ്റ് മാച്ച് കാണാൻ വന്നിരിക്കുന്ന പോലെയാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ ഗാലറി ഒഴിഞ്ഞെടുക്കാമെന്ന് മാത്രം, അവിടെ മനുഷ്യരൊന്നും ഇല്ല. പിന്നെ അവിടെ തണുപ്പിക്കാനായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്, വെള്ളം സ്പ്രേ ചെയ്ത് തണുപ്പിക്കുന്നുണ്ട്. അതുമാതിരിയുള്ള ചൂടാണല്ലോ, പ്രത്യേക ചൂടാണ്. जैसे कि अकाली के ऐतिहासिक स्तर पर एक विशेष कार्यक्रम आयोजित किया जाएगा।
ഈ വാഗപരേഡിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ജവാനാണ്. പക്ഷേ പുള്ളി ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന പലതും ഭയങ്കര കോമാളിത്തരായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ജവാനെ കൊണ്ട് ഇതിനൊക്കെ ചെയ്യിക്കാൻ പാടുള്ളൂ. കാരണം ഇവിടുത്തെ ഒരു വൈബ് അങ്ങനെയാണ്. ജനം അങ്ങോട്ട് ആർപ്പ് വിളിക്കുകയാണ് പുള്ളിയുടെ അങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ. आने 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 एक मिनट ऊपर से मैं आ जाऊँ बच्चों को लेकर अभी भी चले जा रहा हूँ
ഒരു ബോർഡറിലെ മിലിറ്ററി റിട്രീറ്റ് സെറമണിയുടെ ഈ ഒരു ചവിട്ടും കൂട്ടം കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ ചവിട്ട് നാടാണ് കേട്ടോ ഓർമ്മ വന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്രീറ്റ് സെറമണി അല്ലേ കുറച്ചും കൂടി നല്ലത് എന്നൊരു ചിന്ത എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. നമ്മളിവിടെ മൊത്തത്തിൽ കാണിക്കുന്ന ഒരു നോട്ടങ്കി പോലെയാണെന്നൊക്കെയുള്ള ക്രിറ്റിസിസം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ശക്തി പ്രകടനം, നമ്മൾ ഗുവാ എന്ന് വിളിച്ചിട്ട് പാകിസ്ഥാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പല ആക്ഷൻസ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു അന്തസ്സില്ലായ്മ തോന്നുന്നുണ്ട്. കാണുന്നതാണ് പാകിസ്ഥാൻ പരന്ന് കിടക്കുന്നുണ്ട്. മണ്ണ് തന്നെ, അവിടെയും മണ്ണ്, ഇവിടെയും മണ്ണ്, അവിടെയും മനുഷ്യർ, ഇവിടെയും മനുഷ്യർ. പക്ഷേ ഒറിജിനൽ ബീറ്റിംഗ് സെറിമണി പുള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അതിന് മുമ്പ് ഇറങ്ങേണ്ടി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം ഈ ഡാൻസും പാട്ടും കഴിഞ്ഞപ്പോഴേക്കും ചാടി ഇറങ്ങി. അവർ പിന്നെ ഓടുകയാണ്, നമ്മുടെ മേത്തുകൂടെയൊക്കെ ചവിട്ടി കൂട്ടിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ നിന്ന്. ബീറ്റിംഗ് സെറിമണി സ്റ്റാർട്ടഡ് ഇൻ 1959. അത് ശരിക്കും ഗേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു, രണ്ടുപേരുടെയും പതാക താഴ്ത്തുന്നു, മടക്കി എടുക്കുന്നു, ബൈ പറയുന്നു, അത്രയേ ഉള്ളൂ എവറി ഡേ. അതിന് പകരമാണ് ഇപ്പോൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആയത്. ഇവിടെ BSFും അവിടെ പാകിസ്ഥാൻ റേഞ്ചേഴ്സും. ഇന്ത്യയുടെ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിനെന്ന് തന്നെ പറയാം ആൾക്കാരിങ്ങനെ ആർത്തിരമ്പുമ്പോൾ പാകിസ്ഥാൻ്റെ സ്റ്റേഡിയം ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണം നമ്മൾ കണ്ടു. ആ സ്റ്റേഡിയം തന്നെ ഉണ്ടാക്കിയെടുത്തത് റീസെൻ്റ് ആയിട്ടാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട്, ഏറ്റവും തമാശയായിട്ട്, സില്ലിയായിട്ട് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും പെരുമാറുന്ന ഒരു സ്ഥലമായിരിക്കും വാഗാ ബോർഡർ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത് കണ്ടിരിക്കുന്ന ആർക്കും യഥാർത്ഥ ഒരു പേട്രിയോട്ടിക് ഫീലിങ്സ് ഒന്നും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. ബുംല പാസ് പോലെയുള്ള അതിർത്തികളിൽ തോന്നിയ ഒരു ദേശീയ വികാരവും അങ്ങനെ ഒരു ഇമോഷണൽ ഡെപ്ത് ഒന്നും സത്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ തോന്നിയില്ല കേട്ടോ. ദിസ് ഇസ് ജസ്റ്റ് എ മെഗാ ഷോ എന്ന് തോന്നി. പാകിസ്ഥാൻ്റെ മണ്ണിങ്ങനെ പരന്ന് കിടക്കണുണ്ടല്ലോ. ഓർക്കേണ്ടത് പാർട്ടീഷൻ ഓർക്കുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും അത്രയും തോന്നുന്നത്. പാർട്ടീഷൻ നടന്നൊരു സ്ഥലമാണിത്. ഇതിലെയാണ് അഭയാർത്ഥികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മരിച്ചു വീണ അതിർത്തിയാണിത്. അവിടെയാണ് ഇപ്പോൾ ഈ ഷോ ഇങ്ങനെ നടക്കണമെന്ന് ആലോചിക്കുമ്പോൾ, ഒരു കാർണിവൽ പോലെ നടക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. നമ്മൾ തിരിച്ചു പോവാണ്. ഇതാണ് ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഷാഹി കില വലിയ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. വാഗ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബോർഡറിനപ്പുറം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് തോന്നിയത്. വാഗ ബോർഡറിൽ കണ്ട പരിചയപ്പെട്ട ഒരാളാണ്. എല്ലാവരും ഇട്ടിട്ടുണ്ട്. വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സന്തോഷമുണ്ടോ?
केरला से? केरला, स्टेट ऑफ केरला. हाँ हाँ, रोड ट्रिप करती है, लद्दाख तक जाती है फैमिली. टूरिस्ट टूर की. वी आर ट्रैवलिंग, सीइंग इंडिया, ऑल द स्टेट्स. मतलब आप मतलब अपनी गाड़ी से ही. हाँ 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 हाँ, ड्राइव करके आती है. ठीक ठीक. हाँ हाँ, तो ये 11th डे. हमारा कल्चर कैसा लगा? हाँ नाइस. पंजाब के बारे में तो सारे खूब बड़ी खुशी. സുനാ ഹേ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയതാ. വണ്ടി സർവീസ് കഴിഞ്ഞ് വാഷ് ചെയ്ത് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഗ്ലാസ്സൊക്കെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി വീഡിയോസ് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ദിവസമൊക്കെ പറ്റുള്ളൂ, എല്ലാ ദിവസവും കഴിയില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ 7 മണി, നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ഓടാണ്. ഒരു 3 മണിക്കൂറെങ്കിലും ഓടി ശ്രീനഗറിനോട് എത്രയും അടുത്തെത്താൻ പറ്റുന്നു അത്രയും അടുത്തെത്താൻ നോക്കാം. അവിടെ നിന്നിട്ട് സ്റ്റേ ചെയ്യാം. അപ്പോൾ നമ്മൾ യാത്ര തുടർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അമൃത്സറിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി പരമാവധി എന്ന് വിചാരിച്ച ഒരു 3 മണിക്കൂർ റൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കത്വ എന്ന് പറഞ്ഞ സ്ഥലമാണ് മാപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് ലാസ്റ്റ് ഹൈ റേഞ്ചൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഏരിയ ആയിട്ട് കാണുന്നത്. പോണ വഴി ഹൈവേ ആണ്, നല്ല ഹൈവേ ആണ്, ശ്രീനഗർ ഹൈവേ. നിറയെ ഈ വെഡിങ് ഹോൾസ്, ഫാം ലാൻഡ്സ്, ഫാം ഹൗസസ് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. വെഡിങ് സീസൺ ആയതുകൊണ്ട് എല്ലാം ലൈറ്റപ്പ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒറ്റ പിടിച്ചാൽ ഒരു 3 hours നമുക്ക് കത്വയിലെത്താം. കത്വ എന്നുള്ള സ്ഥലം നമ്മൾ ന്യൂസിലൊക്കെ വളരെ കേട്ടിട്ടുള്ള സ്ഥലമാണ്. ഗ്രാമങ്ങൾ അത്ര നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫുള്ള സ്ഥലങ്ങളല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ ഈ മെയിൻ ഹൈവേയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇന്ത്യ മുഴുവൻ കല്യാണ സീസണാന്ന് തോന്നണേ. നല്ല ഉഗ്രൻ സംഭവങ്ങളൊക്കെ ലൈറ്റപ്പ് ചെയ്ത് കൊട്ടാരങ്ങൾ പോലെ ആക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട്, അതായത് ദാമനിലെ ദ്വീപിൽ അല്ലാണ്ടൊരു പള്ളി കണ്ടു, അതിൻ്റെ കുരിശ് കണ്ടു. അതൊരു അത്ഭുതമായി. ഇതന്ന് ഫുൾ മൂണാണ്. അപ്പോൾ അമ്പിളിമാമൻ നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്നുണ്ട്. കശ്മീർ വരെയും പോരും. ഇത് ശരിക്കും കല്യാണ കൊട്ടാരങ്ങളാണോ അതോ ഒറിജിനലായിട്ടുള്ള രാജാക്കന്മാരുടെ പാലസ് വല്ലതാണോ? ഒരു അത്രയ്ക്കും നമുക്ക് പിടുത്തം കിട്ടില്ല, അത്ര അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ട് കത്വയിലെത്താം എന്ന് കരുതി ഒരു മണിക്കൂറായി റണ്ണിങ്. നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ബ്ലോക്കായി. എന്താണെന്നറിയില്ല, എല്ലാവരും ഇറങ്ങിയൊക്കെ നടക്കുന്നുണ്ട്. വലിയ പ്രശ്നമെന്ന് തോന്നണേ. 1-2 ഓൾട്ടർനേറ്റ് റൂട്ട്സൊക്കെ മാപ്പ് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ലെഫ്റ്റ് തിരിഞ്ഞിട്ട്. പക്ഷെ അത് നോക്കുമ്പോൾ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് പോണത്. നമ്മൾ ഈ രാത്രി ഇത്രയും കുറച്ച് ലേറ്റായിട്ട് നമ്മളങ്ങനെ ട്രാവൽ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒന്നും എടുക്കണ്ട, നമുക്ക് ഈ ഹൈവേ തന്നെ പിടിച്ചങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്താലും പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഡ്രൈവർമാരൊക്കെ ഇറങ്ങി, ട്രക്കുകളും ഒക്കെ ആൾക്കാർ ഇറങ്ങിയിട്ട് പരസ്പരം അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്നുള്ളത്. കുറേ കാറുകളുണ്ട്, നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി പോകുമ്പോൾ എപ്പോഴും ട്രാഫിക് ഉള്ളതാണ് നല്ലത്. ലോറിക്കാരുടെ ഒരവസ്ഥ അല്ലേ. അത് നമ്മൾ ഒരു 10-5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ റിലീസ്ഡ് ആയി അവിടെ നിന്ന്. അത് ലോറീനെ മാത്രം പിടിച്ചിടുന്നതാണ്, നമ്മളെ കടത്തി വിടുന്നുണ്ട്. കാറുകളെ മാത്രം അതിനുള്ളിൽ നിന്ന് നമ്മളിങ്ങനെ രക്ഷപ്പെട്ട് കാറിൻ്റെ ലൈനിൽ കയറി. ലോറി അത് ഈ റോഡ് ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് ഒരു സിസ്റ്റമായിരിക്കും ഈ ഹൈവേയിൽ. കുറേ പഞ്ചാബ് പോലീസ് തോക്കടക്കമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള പോയിന്റുകൾ ഉണ്ടാവാം, കാരണം മാപ്പിൽ 2 സ്ഥലത്തും കൂടി യെല്ലോ കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് സമയം എടുക്കും കത്വയിലെത്താൻ എന്നാണ് തോന്നുന്നത്. എന്തായാലും ഭക്ഷണം വിളിച്ച് പറഞ്ഞുകൊണ്ട് റെസ്റ്റോറൻറ്റ് അടിച്ചാലും നമുക്ക് റൂമിൽ കിട്ടും. എത്തി ലേറ്റ് ആയാലും നമുക്ക് റെസ്റ്റ് ചെയ്യാം. പത്താൻകോട്ട് വഴി നമ്മൾ പോണത്. പത്താൻകോട്ട് അമൃത്സർ ടോൾ പ്ലാസ അത് കടന്ന് നല്ല അടിപൊളി റോഡാണ്, വെൽ ഡെവലപ്ഡ് ഹൈവേ ആണ്. നമ്മുടെ ശ്രീനഗർ കന്യാകുമാരി ഹൈവേയുടെ ഭാഗമാണുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നു. രവി നദിക്ക് കുറുകെയുള്ള ഈ പാലം കടക്കുന്നതോടുകൂടി പഞ്ചാബ് കഴിഞ്ഞ് ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കും. ഒഫീഷ്യലായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ദേശീയ പതാക ലൈറ്റപ്പ് ചെയ്ത് ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. കുറച്ച് സ്മാരകം പോലെ സംഭവമുണ്ട്.
കത്വ പോലീസ്, കത്വയാണ് ഫസ്റ്റ് ഡിസ്ട്രിക്ട്. സത്യമേവ ജയതേ, മഹാരാജ ഗുലാബ് സിംഗ്. ഒഫീഷ്യലി വി ആർ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ നൗ. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അല്ല, ഇപ്പോൾ സ്റ്റേറ്റ് പദവി ഇല്ല, കേന്ദ്രഭരണ പ്രദേശമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. സന്തോഷായില്ലേ? നമ്മൾ നമ്മുടെ യാത്രയുടെ നമ്മുടെ യാത്രയുടെ ആദ്യ ഘട്ടം കടന്ന് സെക്കൻഡ് ഫേസിലേക്ക് കടക്കുകയാണ്. തണുപ്പുള്ള മേഖലകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജമ്മു കാശ്മീർ. അതെ 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 അതെ. ഇന്ത്യയുടെ ഇങ്ങേയറ്റത്തു നിന്ന് നമ്മൾ അങ്ങേയറ്റത്തേക്ക് വണ്ടി ഓടിച്ച് എത്തി. 11ാം ദിവസം കടന്നു. അപ്പോൾ നമ്മളിന്ന് കത്വയിലെത്തി ചെക്ക് ഇൻ ചെയ്യാണ്. പെട്ടെന്ന് മാപ്പിൽ നോക്കിയെടുത്തൊരു സ്ഥലമാണ്, പക്ഷെ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടാ. ഹോട്ടൽ MG കിച്ചൺ റിസോർട്ട് ആൻഡ് ബാങ്കറ്റ് ഹാൾ എന്നാണ് പേര്. കുറേ ഇന്ന് വെയിലും കൊണ്ടൊക്കെ നടന്നതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 3 hour നമ്മൾ അമൃത്സറിൽ നിന്ന് ഓടി കത്വയിലെത്തി. 10 മണിക്ക് കറക്റ്റ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. വിശാലമായ റൂം. ഇങ്ങനെ ചെറിയ പ്രശ്നം, പല സ്റ്റെപ്പായിട്ടാണ്, എന്നാലും അത് കുഴപ്പമില്ല. കാരണം വലിയൊരു ഫാമിലി റൂം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ട ഒപ്പം തന്നെ വന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതിന് ഒരു റൂം അപ്പുറത്തുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ വളരെ വിശാലമായിട്ടാണ് താമസിക്കാൻ പോണത്. എന്നാലും നല്ല പ്രൈസിന് തന്നു. ഫാമിലി റോഡ് ട്രിപ്പാണ്, ഇങ്ങനെ ഞങ്ങൾ 10-35 ദിവസം അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നന്നായി അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഭക്ഷണം നമ്മൾ കുറച്ച് സൂപ്പും കാര്യങ്ങളും, ചിക്കൻ കറി, റൈസ്, റോട്ടി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളിങ്ങനെ അലഞ്ഞ് കിടക്കായിരുന്നു. വാഗ ബോർഡറിലെ കാഴ്ചകൾ കണ്ടുല്ലോ. ഭയങ്കര ഷോ ആണ്. അപ്പോൾ അല്ലാണ്ട് ഇനി പാർട്ടീഷൻ മ്യൂസിയത്തിനെ കുറിച്ച് പറയാൻ സമയം കിട്ടിയിട്ടില്ല, അതും പറയണം. അപ്പോൾ അതിനെക്കുറിച്ച് നാളെ പറയാം. കാരണം കുറച്ചധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. നാളെ നമ്മുടെ തണുപ്പിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. അതിനു മുമ്പ് ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ നമ്മുടെ സിമ്മുകളൊന്നും വർക്ക് ചെയ്യില്ല. പണ്ട് അങ്ങനെ ഈ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതൊക്കെ നോർമലായിന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. അതൊരു കലാപത്തിൻ്റെ അൺട്രസ്റ്റിൻ്റെ സമയത്ത് മാത്രമാവുമെന്ന് കരുതി. പക്ഷേ അങ്ങനെയല്ല, അതൊരു പ്രശ്നമാണ് നമുക്ക്. കാരണം ഇനി എൻറൂട്ടായിട്ടുള്ള എല്ലാ നമ്പറുകളും കോളുകളും കണക്ഷൻസും ഒന്നും നമുക്കിനി കിട്ടില്ല. കോൾസ് കട്ടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ വല്ലയിടത്ത് കയറുമ്പോൾ മാത്രം വൈഫൈ കിട്ടുമ്പോഴേ നമുക്കിനി ലോകവുമായിട്ട് ബന്ധമുണ്ടാവാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ പക്ഷെ നമ്മൾ കടന്നപ്പോൾ വഴിയിൽ സിം അവൈലബിൾ എന്നൊക്കെ കണ്ടു, കുഞ്ഞ് തട്ടുകട പോലെയൊക്കെ. ഞാൻ അത്രയും കഥ വെച്ചില്ല. ഇവിടെ വന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ്, ഹോട്ടലിൻ്റെ ആളോട് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഒന്നും കിട്ടില്ല, പോസ്റ്റ് പെയ്ഡ് സിമ്മുകളാണ് ഈ മാത്രം വർക്ക് ചെയ്യുള്ളൂ. എനിക്ക് പണ്ടൊരു പോസ്റ്റ് പെയ്ഡ് സിം ഉണ്ടായിരുന്നതാ, അത് ആവശ്യമില്ലാന്ന് വെച്ചിട്ട് നമ്മളത് കളഞ്ഞു. നമ്മളത് കൺവേർട്ട് ചെയ്തു പ്രീപെയ്ഡ് ആക്കിയിട്ട്. അപ്പോൾ അത് ഒരു പ്രശ്നമായി. നാളെ എന്തെങ്കിലും ചെയ്യണം. കാലത്ത് തന്നെ സിം എടുക്കണ പരിപാടി നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിനി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ലഡാക്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെയും വർക്ക് ചെയ്യുമെങ്കിൽ ഒരു എളുപ്പമുണ്ടാവും. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാണ്. സോ ഗുഡ് നൈറ്റ് ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.